എത്ര ഭംഗിയുള്ള വീടാണെങ്കിലും, എത്ര രൂപ മുടക്കിയ വീടാണെന്നൊക്കെ പറഞ്ഞാലും, വൃത്തിയായി കൊണ്ട് നടന്നില്ലെങ്കിൽ കാണുമ്പോൾ ഭയങ്കര വൃത്തികേടാണ് കേട്ടോ. അപ്പോൾ ഈ ജനലുകളും കർട്ടനുകളൊക്കെ കൊടുക്കുമ്പോൾ എത്രത്തോളം നമുക്ക് സിമ്പിളായിട്ടുള്ള ഡിസൈൻസും ഒക്കെ കൊടുക്കാൻ പറ്റും അതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ക്ലീനിങ് നമ്മളെന്നും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള ഗ്രില്ലുകളും ബോക്സിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന രീതിയിലുള്ള ചെറിയ കർട്ടനുകളൊക്കെ കൊടുത്ത് ഇതുപോലെയൊക്കെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ. ഇനി നമ്മുടെ കൊടുങ്ങല്ലൂർത്തെ വീടിൻ്റെ ജനലിൻ്റെ വീഡിയോ കാണിച്ചിട്ട് കേട്ടോ. അപ്പോൾ അവിടെ ഫുൾ ലെങ്ത് ജനലാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്, ഒരു നല്ല ലുക്കാണ്. പക്ഷേ നമുക്കിതിൻ്റെ ക്ലീനിങ് ഒക്കെ ഭയങ്കര പാടാണ് കേട്ടോ. ഇവിടെ അടുക്കളയ്ക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം ഇങ്ങനെ ഫുൾ ലെങ്ത്താണ്. ഒരു ബെഡ്റൂമിന് 9 ജനൽ വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് ഭാഗത്തൊക്കെ UPVCയും ഫ്രണ്ടിൽ മാത്രം വുഡുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കർട്ടൻസ് സെക്കൻഡ് കർട്ടനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വാഷ് ചെയ്യണം. പിന്നെ ഇതിങ്ങനെ നീക്കാനൊക്കെ ആണെങ്കിലും ഞെറിഞ്ഞ് ക്ലിപ്പ് പിന്ന് പോലത്തെ കൊടുത്തിരിക്കുന്നുണ്ട്. അതും ഒരു പാടായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഫ്രണ്ടിലത്തെ ജനൽ ഫുൾ ലെങ്ത് ആണെങ്കിലും മുക്കാൽ ഭാഗമായിട്ട് ഇങ്ങനെ കട്ടിങ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് തുറക്കാൻ മടി തോന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഫുൾ ലെങ്ത് ആണെങ്കിൽ ഇത്രയും വലിയ ജനൽ തുറക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നും. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ പണിയുന്ന പുതിയ വീടിൻ്റെ ജനൽ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ.